കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 27 നക്ഷത്രങ്ങളിൽ ഓരോ നക്ഷത്രക്കാർക്കും അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച അവർ അനുഷ്ഠിക്കേണ്ട ഐശ്വര്യത്തിനും ധനസമ്പാദനത്തിനും അവരുടെ കുടുംബ മഹിമയ്ക്കും അവരുടെ ജീവിതത്തിൽ പ്രത്യേക ഉയർച്ചയ്ക്കും ഒക്കെ ആയിട്ട് അനുഷ്ഠിക്കേണ്ടതായ പല കാര്യങ്ങളും അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും ഓരോ ദശാനാഥന്മാരും അവർക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് മാത്രമല്ല ഓരോ പ്രതികൂല നക്ഷത്രങ്ങളും ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങള്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർക്ക് സാധാരണയായിട്ട് ബുദ്ധിശക്തി, ധൈര്യം, സാമർത്ഥ്യം, സൗന്ദര്യം ഇതൊക്കെ ഉണ്ടായിരിക്കും. ഇവര് സൂര്യൻ, അതായത് ആദിത്യദശ, ചൊവ്വാദശ, വ്യാഴദശ ഈ കാലങ്ങളിൽ ഇവർക്ക് പൊതുവെ അശുഭമായി സംഭവിക്കാറുള്ളൂ. അതായത് ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യദശ വളരെ മോശമായിരിക്കും, കുജദശയും മോശമായിരിക്കും, വ്യാഴം അത്ര ഗുണം കൊണ്ടു തരുന്നതല്ല. അപ്പോൾ ഈ 3 ദശയും ദോഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ദശ വരുന്ന കാലത്തിൽ ഈ അശ്വതി നക്ഷത്രക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദശാകാലം തുടങ്ങുന്ന സമയത്തിന് മുമ്പ് ആ ദശയ്ക്ക് വേണ്ട ആ ദശാനാഥന്മാർ അനുകൂലമാവാനുള്ള വഴിപാടുകളോ അതിന്റെ കർമ്മങ്ങളോ ഒക്കെ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അത് നമ്മൾ ജാതകം പരിശോധിച്ചു കഴിഞ്ഞാൽ ദശ എന്ന് തുടങ്ങുന്നു എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പൊ പൊതുവെ ഈ ദശാകാലം അശുഭമായതിനാൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാര് ഗണപതിയെ ഭജിക്കുന്നത്, അശ്വതി നക്ഷത്രത്തിലുള്ള നക്ഷത്രക്കാര് ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ഗണപതി പക്കപ്പിറന്നാളുകളിൽ ഗണപതി ഹോമം ചെയ്യുക, ഗണപതി മന്ത്രങ്ങൾ ജപിക്കാം, ഗണപതിയെ എപ്പോഴും ഉപാസിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ല. ഓരോ ദേവതോപാസനകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ ഗണപതിയെ ഭജിക്കുന്നതും നല്ലതാണ്. ജന്മനക്ഷത്രം പക്കപ്പിറന്നാൾ തോറും ഒരു ഗണപതി ഹോമം ചെയ്യുക, ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുക, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദം തന്നെയാണ്. മാത്രമല്ല കേതു പ്രീതികരമായ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഇവർ ജപിക്കുന്നത് നന്നായിരിക്കും. കാരണം കേതു ഇവർക്ക് ദോഷത്തിലാണെന്നും ശിഷ്ടദശ കേതുവിൽ ജനനമായതുകൊണ്ടും ഇങ്ങനെ ജപിക്കുന്നത് കേതു പ്രീതികരമായ ജപങ്ങൾ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. രാശ്യാധിപനായ കുജനെ ഇവര് പ്രീതിപ്പെടുത്താം. രാശ്യാധിപനായ കുജനെ പ്രീതിപ്പെടുത്തിയിട്ട്, കുജൻ എന്ന് പറയുമ്പോൾ ചൊവ്വയാണ്, ചൊവ്വയെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങളും അനുഷ്ഠിക്കുക. ചൊവ്വാഴ്ച ദിവസം ഉപവാസം എടുത്താൽ മതി, അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം വ്രതം എടുത്താൽ മതി, ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യന്റെ അമ്പലത്തിൽ പോയാൽ മതി. ചൊവ്വാഴ്ചയും അശ്വതിയും നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം ചൊവ്വാഴ്ച അന്ന് അശ്വതി ആയിരിക്കണം. ചൊവ്വാഴ്ചയും അശ്വതി നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസമാണെങ്കിൽ, ഇപ്പൊ ഒരു ചൊവ്വാഴ്ച വന്നു, അന്ന് അശ്വതി ആണെങ്കിൽ ഉടനെ ഓടിക്കൊള്ളാം സുബ്രഹ്മണ്യന്റെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക, സുബ്രഹ്മണ്യന് പനിനീരഭിഷേകം ചെയ്യുക, സുബ്രഹ്മണ്യന് ഭസ്മാഭിഷേകം ചെയ്യുക, സുബ്രഹ്മണ്യ ഭജനം ചെയ്യുക, സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ ജപിക്കുക, ഭദ്രകാളി ഭജനം നടത്തുക, എന്നിവയൊക്കെ നടത്തുന്നതും സുബ്രഹ്മണ്യന് പഞ്ചാമൃതം നേദിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. ഇങ്ങനെ ഫലപ്രദമായ ചുവന്ന വസ്ത്രങ്ങൾ, അശ്വതി നക്ഷത്രക്കാർ ചുവന്ന വസ്ത്രങ്ങൾ, നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഒരു ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ നക്ഷത്ര ദോഷങ്ങൾ മാറുകയും ഇവർക്ക് പല ദോഷാധിക്യങ്ങൾ പല കാര്യത്തിൽ കുറഞ്ഞിരിക്കുകയും ചെയ്യും. എല്ലാ ചൊവ്വാഴ്ചയും ഇവർ സുബ്രഹ്മണ്യനെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. ഒപ്പം തന്നെ പക്കപ്പിറന്നാളുകളിൽ ഗണപതിക്ക് നിങ്ങൾ നാരങ്ങമാല ചാർത്തുക, ഗണപതിക്ക് കറുകമാല ചാർത്തുക, ഗണപതി ഹോമം ചെയ്യുക, ഇതൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ. ഒന്നും സർവവിഘ്നഹരൻ ദേവൻ സർവവിഘ്നവർജിതം സർവസിദ്ധി പ്രദാതാരം വന്ദേഹം ഗംഗണപതയെ ഓം ഗംഗണപതയെ എന്നിങ്ങനെ നിരന്തരം ജപിച്ചുകൊണ്ട് നടന്നാൽ പോലും നിങ്ങൾക്ക് ഒരുപാട് ഗുണഗണങ്ങൾ വരും. അതുപോലെയാണ് അശ്വതി നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ.